ഞാൻ എല്ലാം നോക്കിയും കണ്ടേ എടുക്കാറുള്ളൂ. പണ്ടതിനുള്ള ശീലമായി പോയത്. അത് നല്ലതാ, ഇപ്പൊക്കെ മനസ്സിലാക്കി എടുക്കാൻ. അത് എല്ലാം തൊട്ട് പറഞ്ഞു എടുത്താൽ നല്ലത് കിട്ടുള്ളൂ. അതുകൊണ്ടല്ലേ ഈ വീട് പണിക്കുള്ള മരം നോക്കാനും ഞാൻ തന്നെ വന്നത്. ഒരാൾ കാരണം നമ്മൾ പറ്റിക്കപ്പെടരുതല്ലോ. അത് ശരിയാ. ഫ്ലോർ എന്താ ചെയ്യണം തീരുമാനിച്ചോ? ഫ്ലോറിന് ഇറ്റാലിയൻ മാർബിൾസ് നോക്കി വെച്ചിട്ടുണ്ട്. നല്ല സാധനമാണ്, കുറഞ്ഞ അടക്കി. ഇപ്പൊ മെർമർ ഇറ്റാലി ആയിരിക്കല്ലോ. മെർമർ ഇറ്റാലിയ എന്നല്ല, വീടിനടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാ. അവിടെ ആകുമ്പോൾ മെർമർ ഇറ്റാലിയ കിട്ടുന്ന സെയിം റേറ്റിൽ കിട്ടും. പിന്നെ ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് ഇനി മെർമർ ഇറ്റാലി വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ വരെ ഒരു ചാൻസ് ഇല്ലല്ലോ. കാരണം മെർമർ ഇറ്റാലി എത്ര വില കുറഞ്ഞ് കിട്ടുന്നത്? വിദേശ കോറുകളിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത് അവർ തന്നെ ഫാക്ടറിയിൽ പ്രോസസ് ചെയ്ത് മറ്റിടനിലക്കാരോ കമ്മീഷനൊന്നും ഇല്ലാതെ ഡയറക്റ്റ് കസ്റ്റംസിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ പറയുന്നിട്ട് നീ വല്ല കൊമേഴ്ഷ്യൽ മാർബിൾസിന്റെ കാര്യം. കൊമേഴ്ഷ്യൽ മാർബിളോ? അത് സംഭവം അതായത് രമണ, ഉദാഹരണത്തിന് ഇപ്പം നീ തേക്കന്നെ നോക്ക്. ഇതിൻ്റെ പല ഭാഗത്തിനും പല റേറ്റാണ്. പുറത്തെ ഭാഗത്തിന് റേറ്റ്, അകത്ത് കാതലുള്ള ഭാഗത്തിന് മറ്റൊരു റേറ്റ്, പിന്നെ ഇതിൻ്റെ ഡിഫക്റ്റുള്ള ഭാഗത്തിന് വേറൊരു പ്രൈസ് ആയിരിക്കും. എന്നാൽ ഇതിനെല്ലാം നമ്മൾ തേക്കുന്നല്ലേ പറയണത്. ഇതുപോലെ തന്നെയാണ് ഇറ്റാലിയൻ മാർബിൾസും. ഇതൊക്കെ ഒരു നാച്ചുറൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇതിലും പല ക്വാളിറ്റി ഉണ്ടാകും. അതിനാണ് നമ്മൾ ഗ്രേഡുകളായി തിരിക്കുന്നത്. കൊമേഴ്ഷ്യലാകുമ്പോൾ അധികം ഫില്ല് ചെയ്തിട്ടുള്ള മാർബിളായിരിക്കും. കണ്ടാൽ രണ്ടും ഒരുപോലെ തോന്നുമെങ്കിൽ നല്ല വ്യത്യാസമുണ്ട്. ഇതൊക്കെ എപ്പോഴാട്ടോ അറിയുന്നത്? നമ്മുടെ മാർബിൾ എന്തായാലും മെർമർ ഇറ്റാലിയൻ തന്നെ എടുക്കാം. ഇനി വെറുതെ കൊമേഴ്ഷ്യൽ പണി കിട്ടുന്നല്ലോ.